ഹായ് 2019 ജൂൺ മാസത്തിലെ ചില പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തതായിട്ട് SDG ജെൻഡർ ഇൻഡെക്സ്. SDG എന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്. മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസിനെ റീപ്ലേസ് ചെയ്തു വന്നതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്. അതിൻ്റെ ഏകദേശം 17 ഗോളുകളാണ് ഉള്ളത്. ഇതിൽ 14 എണ്ണത്തിൽ എങ്ങനെയാണ് ജെൻഡർ ഇൻഡെക്സ് എന്നാണ് ഈ പുതിയ ഇൻഡെക്സ് കൈകാര്യം ചെയ്യുന്നത്. അതായത് ഹെൽത്ത്, ന്യൂട്രീഷൻ പോലുള്ള കാര്യങ്ങളിൽ സ്ത്രീകളും പുരുഷന്മാരും ഒരേ രീതിയിലുള്ള അച്ചീവ്മെൻ്റാണോ നടത്തിയിരിക്കുന്നത് എന്നുള്ള ഒരു സ്റ്റഡിയാണ് ഇതിൽ നടത്തിയിരിക്കുന്നത്. ഇതിൽ 129 രാജ്യങ്ങളിലായി നടത്തിയ പഠനത്തിൽ ഇന്ത്യയുടെ റാങ്ക് 95-ാമതാണ്. അതായത് ജെൻഡർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ പൊസിഷൻ വളരെ താഴെയാണ്. ഓരോ 14 ഗോൾസിൽ ഓരോന്നിനും 100-ലാണ് സ്കോർ ഇടുന്നത്. 100 എന്ന് വെച്ചാൽ ആ രാജ്യം ആ ഒരു വിഷയത്തിൽ സ്ത്രീകളിലും പുരുഷന്മാരിലും തുല്യമായിട്ട്, ഇപ്പോൾ ഹെൽത്ത് ആണെങ്കിൽ ആ ഒരു പുരോഗതി അച്ചീവ് ചെയ്തിരിക്കുന്നു എന്നാണ് അർത്ഥം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്കോർ ഉള്ളത് ഹെൽത്തിലാണ്. അത് 80% ആണ്. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ 100 പുരുഷന്മാർക്ക് ഹെൽത്തിൽ പുരോഗതി ഉണ്ടായപ്പോൾ 80 സ്ത്രീകൾക്ക് അതിനനുസൃതമായിട്ടുള്ള പുരോഗതി കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളൂ. അതുപോലെ ഹങ്കർ ആൻഡ് ന്യൂട്രീഷനിലും എനർജിയിലും കമ്പാരിറ്റീവ്ലി ബെറ്റർ ഇൻഡെക്സ് നമ്മൾ കാണിക്കുന്നുണ്ട്. ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ജെൻഡർ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇന്നോവേഷനിലും ഇൻഡസ്ട്രിയിലെ പാർട്ട്ണർഷിപ്പിലും ക്ലൈമറ്റിലുമാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് ഇന്ത്യക്കുണ്ടായ ഒരു പ്രധാനപ്പെട്ട ഇംപ്രൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് ഓഫ് ഫീമെയിൽ സ്റ്റുഡൻസ് എൻറോൾഡ് ഇൻ പ്രൈമറി എഡ്യൂക്കേഷൻ ഹു ആർ ഓവർ ഏജ്. പുതുതായിട്ട് പ്രൈമറി എഡ്യൂക്കേഷനിലേക്ക് എൻറോൾ ചെയ്ത ഫീമെയിൽ സ്റ്റുഡൻസിൻ്റെ എണ്ണത്തിൽ വലിയ വർധന ഉണ്ടായിട്ടുണ്ട്. അതിൽ ഇന്ത്യയുടെ സ്കോർ 95.3 ആണ്. അതുപോലെ ഏറ്റവും ലോവസ്റ്റ് സ്കോർ ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളത് നാഷണൽ പാർലമെൻറ്റ്സിൽ സ്ത്രീകൾക്കുള്ള സീറ്റിലാണ്. അതിൽ ആനുപാതികമായി സ്ത്രീകളുടെ പ്രാതിനിധ്യം വളരെ കുറവാണ്. സോ ഇന്ത്യയുടെ പൊസിഷൻ 129-ൽ 95-ാമതായിട്ടാണ് SDG ജെൻഡർ ഇൻഡെക്സിൽ ഉള്ളത്. അടുത്തതായിട്ട് വൺ സ്റ്റോപ്പ് സെൻറ്റർ സ്കീം. നമ്മുടെ ഇതും വുമൺ അഫക്റ്റഡ് ബൈ വയലൻസ്, 18 വയസ്സിന് താഴെയുള്ള സ്ത്രീകൾക്കായിട്ട് ആരംഭിച്ച ഒരു സ്കീമാണ്. ഇതൊരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ്. സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്. സഖി എന്നു പേരുള്ള ഒരു മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റിൻ്റെ കീഴിലാണ് ഈ സ്കീം വരുന്നത്. ഇതെന്ന് വെച്ചാൽ 18 വയസ്സിന് താഴെയുള്ള എല്ലാ രീതിയിലുള്ള അക്രമങ്ങൾക്ക് വിധേയമായിട്ടുള്ള സ്ത്രീകൾക്ക് അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരത്തിനും അവരുടെ ഒരു ഇൻ്റഗ്രേറ്റഡ് സപ്പോർട്ടിനും അസിസ്റ്റൻറ്റിനുമായിട്ടു പല കേന്ദ്രങ്ങളുണ്ടെങ്കിൽ അവയെല്ലാം ഒറ്റ കുടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് വൺ സ്റ്റോപ്പ് സെൻറ്റർ സ്കീം. ഇത് 2015 ഏപ്രിൽ 1-നാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിലും ഇതിലേക്കുള്ള കൂടുതൽ നടപടികൾ ആരംഭിച്ചത് ഈ ജൂൺ മാസത്തിലാണ്. പിന്നീട് വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരു സംഭവമാണ് മൗണ്ട് സിനബങ് വോൾക്കാനോ. ഇതെന്തുകൊണ്ടാണ് വാർത്തയിൽ ഇടം നേടിയതെന്ന് വെച്ചാൽ ഈ ഒരു അഗ്നിപർവ്വതം റീസെൻ്റ്ലി സജീവമായൊരു അഗ്നിപർവ്വതമാണ്. ഇത് വെസ്റ്റേൺ ഇന്തോനേഷ്യയിലെ സുമാത്രൻ ഐലൻഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. 400 വർഷങ്ങൾക്ക് ശേഷം 2010-ലാണ് ഇത് സജീവമാവുന്നത്. അതിനുശേഷം ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇറപ്ഷൻ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ടും അവിടെ ആ അഗ്നിപർവ്വതത്തിന് ഇറപ്ഷൻ സംഭവിച്ചു. സോ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ടത് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ 2 ഒന്ന്, ഇതിൻ്റെ പേര് മൗണ്ട് സിനബങ് വോൾക്കാനോ. ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് വെസ്റ്റേൺ ഇന്തോനേഷ്യയിലെ സുമാത്രൻ ഐലൻഡിൽ. ഈ ഇന്തോനേഷ്യയുടെ പ്രത്യേകത എന്താണ്? ഇത് റിംഗ് ഓഫ് ഫയർ റീജിയനിലാണ് സ്ഥിതി ചെയ്യുന്നത്. റിംഗ് ഓഫ് ഫയർ എന്ന് പറഞ്ഞാൽ പസഫിക് ഓഷ്യന് ചുറ്റുമായിട്ടുള്ള റീജിയനാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ സജീവ അഗ്നിപർവ്വതങ്ങൾ ഉള്ള ഒരു മേഖലയാണ്. ടെക്ടോണിക് പ്ലേറ്റുകളുടെ നിരന്തരമായ കൂട്ടിയിടികൾ അല്ലെങ്കിൽ സബ്ഡക്ഷൻ എന്ന് പറയും. അതായത് പസഫിക് പ്ലേറ്റിൻ്റെ ഇടയിലേക്ക് മറ്റു പ്ലേറ്റുകളുടെ സബ്ഡക്ഷൻ നടക്കുന്നത് മൂലം ഒരുപാട് വോൾക്കാനോസ് ഉള്ളതും ഏറ്റവും സജീവമായ വോൾക്കാനോസ് ഉള്ള ഏരിയയുമാണ് പസഫിക്കിലെ റിംഗ് ഓഫ് ഫയർ.
ആ റീജിയണിലാണ് ഈ മൗണ്ട് സിനബങ് വോൾക്കാനോയും ലൈ ചെയ്യുന്നത്. പിന്നീട് വാർത്തകളിൽ ഇടം നേടിയ ഒന്നാണ് ആർട്ടിക്കിൾ 370. ആർട്ടിക്കിൾ 370 എന്ന് വെച്ചാൽ സ്പെഷ്യൽ സ്റ്റാറ്റസ് ഫോർ ജമ്മു ആൻഡ് കാശ്മീർ. ഇതെന്തുകൊണ്ടാണ് ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടിയതെന്ന് വെച്ചാൽ നമ്മുടെ ഹോം മിനിസ്റ്റർ ആയിട്ടുള്ള അമിത് ഷാ റീസെൻ്റ്ലി പറഞ്ഞു ഈ ആർട്ടിക്കിൾ 370 എന്നുള്ളത് ഒരു പെർമനൻ്റ് പ്രൊവിഷൻ അല്ല, അതൊരു ടെമ്പററി പ്രൊവിഷൻ ആണെന്ന്. സോ ആ ഒരു കാര്യം കൊണ്ട് തന്നെ ആർട്ടിക്കിൾ 370 കൂടുതൽ പ്രാധാന്യം നേടി വാർത്തകളിൽ. ജമ്മു കാശ്മീരിനുള്ള കറൻ്റ്ലി ഈ ഒരു ആർട്ടിക്കിൾ പ്രകാരം മറ്റു സംസ്ഥാനങ്ങളിൽ ബാധകമായ നിയമങ്ങൾ പലതും ജമ്മു കാശ്മീരിന് ബാധകമല്ല എന്ന് മാത്രമല്ല, അവർക്ക് പ്രത്യേകമായ നിയമസംഹിതകളാണ് ഉള്ളത്. അതുപോലെ തന്നെ മറ്റൊരു വാർത്താ പ്രാധാന്യം നേടിയ കാര്യമാണ് റൂൾ 49MA. ഇത് നമ്മുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യമാണ്. ദ കണ്ടക്ട് ഓഫ് ഇലക്ഷൻ റൂൾസിൽ ഈ മെൻഷൻ ചെയ്യുന്ന ഒരു റൂളാണ് റൂൾ 49MA. ഇതെന്ന് വെച്ചാൽ നമുക്കറിയാം ഈ തവണ ഇന്ത്യയിൽ ഇലക്ഷൻ്റെ കൂടെ വിവിപാറ്റും കൂടെ ഏർപ്പെടുത്തിയിരുന്നു. സോ ഒരുപാട് സ്ഥലത്ത് നമ്മുടെ കേരളത്തിൽ നിന്നടക്കം പരാതി ലഭിക്കുകയുണ്ടായി, തങ്ങൾ വോട്ട് ചെയ്ത വ്യക്തിക്കല്ല ആ വിവിപാറ്റിലൂടെ തങ്ങൾക്ക് കിട്ടിയത്. സോ ഇങ്ങനത്തെ ഒരു പരാതി ഉയരുമ്പോൾ അതിൽ തീർപ്പ് കൽപ്പിക്കാനും അതല്ല ഇങ്ങനെ ഒരു അതിൽ പ്രിസൈഡിംഗ് ഓഫീസർക്ക് അതിൽ പരാതി നൽകാനും തങ്ങൾ ഇതൊരു മനഃപൂർവ്വമായിട്ട് ഇന്ത്യൻ ഇലക്ഷൻ വ്യവസ്ഥയെ നമ്മൾ വ്യാജാരോപണം നടത്തുകയാണെങ്കിൽ അതിനുള്ള കോൺസിക്വൻസസ് നേരിടാൻ താൻ തയ്യാറാണെന്നും ഒരു ആ പരാതി നൽകുന്ന ആൾക്ക് ബോധമുണ്ടായിരിക്കണമെന്നും വെളിപ്പെടുത്തുന്ന ഒരു റൂളാണ് റൂൾ 49MA. സോ വിവിപാറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റൂളാണ്. അതുപോലെ തന്നെ നമ്മുടെ മിനിസ്ട്രിയിൽ പുതുതായിട്ട് വന്ന ഒരു മിനിസ്ട്രിയാണ് ജൽ ശക്തി മിനിസ്ട്രി. ഇതെന്ന് വെച്ചാൽ 3 മിനിസ്ട്രികൾ മുൻ ഗവൺമെൻറ്റിൻ്റെ കാലത്തുണ്ടായ 3 മിനിസ്ട്രികൾ ചേർന്ന് വന്നതാണ്. മിനിസ്ട്രീസ് ഓഫ് വാട്ടർ റിസോഴ്സസ്, ദെൻ റിവർ ഡെവലപ്മെൻറ്റ് ആൻഡ് ഗംഗ റിജുവിനേഷൻ, അതുപോലെ തന്നെ ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ. ഇത്രയും മിനിസ്ട്രികൾ ഒരുമിച്ച് ഇപ്പോൾ ജൽ ശക്തി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഒരു പുതിയ ജൽജീവൻ മിഷനുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ സ്കീം ഉണ്ടായിട്ടുണ്ട്. അതാണ് നാൽ സേ ജൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ടുള്ള സ്കീമാണ് നാൽ സേ ജൽ. ഇതിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് 2024 കൂടി ഇന്ത്യയിലെ എല്ലാ വീടുകൾക്കും പൈപ്പ്ഡ് വാട്ടർ കണക്ഷൻ നൽകുക എന്നാണ്. ആ മിഷൻ്റെ പേരാണ് ജൽ ജീവൻ മിഷൻ. അതുപോലെ തന്നെ ഇൻ്റർനാഷണലായിട്ടും ഇൻ്റർ സ്റ്റേറ്റുകളായിട്ടുള്ള വാട്ടർ ഡിസ്പ്യൂട്ടുകളും അതുപോലെ നമാമി ഗംഗെ പ്രൊജക്റ്റും എല്ലാം ഇനി കൈകാര്യം ചെയ്യുന്നത് ജലശക്തി മിനിസ്ട്രി ആയിരിക്കും. സോ നമാമി ഗംഗെ പ്രൊജക്റ്റ് പുതുതായിട്ട് ജൽശക്തി മിനിസ്ട്രിയുടെ കീഴിലായിരിക്കും. പിന്നീട് വാർത്താ പ്രാധാന്യം നേടിയ ഒന്നാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി NEP. ഇതിൻ്റെ ഡ്രാഫ്റ്റാണ് ഇപ്പോൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. കസ്തൂരി രംഗൻ റിപ്പോർട്ട് എന്ന പേരിലാണിത് അറിയപ്പെടുന്നത്. ഒരുപാട് നമ്മുടെ വിദ്യാഭ്യാസ വ്യവസ്ഥയെ ആകെ ഉടച്ചു വാർക്കുന്ന രീതിയിലാണ് ഇതിൽ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത്. പ്രീ പ്രൈമറി വിദ്യാഭ്യാസം മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെ എല്ലാ രീതിയിലുമുള്ള മാറ്റങ്ങൾ ഇതിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ടത് ഇതിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിനെ 5 തലങ്ങളായി തിരിച്ചു. 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം, അതിനുശേഷം 1, 2, 3 എന്നിങ്ങനെ പല രീതിയിൽ 5 തട്ടുകളിലായിട്ടാണ് ഈ പുതിയ രീതിയിൽ വിദ്യാഭ്യാസത്തിനെ ക്രമീകരിച്ചിട്ടുള്ളത്. ഉന്നത വിദ്യാഭ്യാസത്തിനും സർവകലാശാലകളെല്ലാം സ്വയംഭരണാവകാശം നൽകുന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതനുസരിച്ചിട്ട് 9, 10, 11, 12 ഇവ ഒരു ഗ്രൂപ്പായിരിക്കും ക്ലാസ്സുകൾ. അതായത് 9ാം ക്ലാസ്, 10ാം ക്ലാസ്, 11ാം ക്ലാസ്, 12ാം ക്ലാസ് ഇവ ഒരു ഗ്രൂപ്പിന് കീഴിൽ വരികയും അതുപോലെ 6, 7, 8 ഇവ ഒരു കാറ്റഗറിയായി വരികയും അതിന് മുമ്പുള്ള 3, 4, 5 എന്നിവ വേറൊരു കാറ്റഗറി ആയിട്ടും അതിന് താഴെയുള്ളത് പ്രീ പ്രൈമറി കാറ്റഗറി ആയിട്ടും വന്നിട്ടുള്ള ഒരു 5 തട്ടിലുള്ള ഒരു ഡിവിഷനായിട്ടാണ് വിദ്യാഭ്യാസത്തെ ഇത് പുതിയ കാണുന്നത്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അതുപോലെ
സർവകലാശാലകൾക്കും ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകുന്നു. ഇതിൻ്റെ ഡ്രാഫ്റ്റാണ് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് പിന്നീടൊരു അവസരത്തിൽ കൂടുതൽ ചർച്ച ചെയ്യാം. അതുപോലെ തന്നെ വേറൊരു സ്കീമാണ് അവെയർ. എന്ന് വെച്ചാൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആൻറ്റിബയോട്ടിക്സ് എങ്ങനെ സേഫായിട്ടും എഫക്റ്റീവായിട്ടും യൂസ് ചെയ്യാം എന്നുള്ളതിന് ഒരു തയ്യാറാക്കിയ ഒരു പോളിസിയാണ് അവെയർ എന്ന് പറയുന്നത്. അവെയർ എന്നത് 3 തരത്തിലുള്ള 3 ഗ്രൂപ്പിലായിട്ട് ആൻറ്റിബയോട്ടിക്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതിൻ്റെ ഒരു രൂപമാണ് അവെയർ എന്ന് പറയുന്നത്. അതിൽ എ എന്ന് പറയുന്നത് ആക്സസ് എന്നുള്ളതിന് സൂചിപ്പിക്കുന്നു. ആക്സസ് എന്ന് വെച്ചാൽ നമ്മൾക്ക് എപ്പോഴും യൂസ് ചെയ്യുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക്സ് ആണ് ആക്സസ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. വാച്ച് എന്ന കാറ്റഗറിയിൽ എല്ലാ സമയത്തും അവൈലബിൾ ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക്സിനെയാണ് വാച്ച് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. റിസർവ് എന്ന കാറ്റഗറിയിൽ ഒരു ലാസ്റ്റ് റിസോർട്ടായിട്ട് മാത്രമേ ഈ കാറ്റഗറിയിലുള്ള ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ആക്സസ് എന്നുള്ളത് എപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നു, വാച്ചിൽ എല്ലാ ടൈമിലും അവൈലബിൾ ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്യുന്നു. പക്ഷെ റിസർവ് കാറ്റഗറിയിലുള്ള ആൻറ്റിബയോട്ടിക്കുകൾ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഒരു ലാസ്റ്റ് റിസോർട്ട് എന്നുള്ള രീതിയിലാണ് റിസർവ് കാറ്റഗറിയിലെ ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ആൻറ്റിബയോട്ടിക്സുകളുടെ അമിതോപയോഗം മൂലം ഒരുപാട് മരണങ്ങൾ ലോകത്ത് നടക്കുന്നു എന്ന തിരിച്ചറിവിൽ നിന്നാണ് WHO ഇങ്ങനെയൊരു പോളിസി ഉണ്ടാക്കിയത്. സോ അതിൻ്റെ പേരാണ് അവെയർ, ആക്സസ്, വാച്ച്, റിസർവ് എന്നീ കാറ്റഗറികളാണ് അതിലുള്ളത്. അതുപോലെ തന്നെ ജൂൺ മാസത്തിലാണ് വേൾഡ് ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് റാങ്കിങ് പുറത്തു വന്നത്. അതിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നത് MIT ഇൻസ്റ്റിറ്റ്യൂട്ട്, US MIT ആണ്. ഇന്ത്യയിൽ ഏറ്റവും മികച്ചതായിട്ട് വന്നത് IIT ബോംബെ ആണ്. ഇതിൽ തന്നെ IISc ബാംഗ്ലൂരും IIT മദ്രാസും എല്ലാം ഈ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. എന്നാലും ഇന്ത്യയുടെ യൂണിവേഴ്സിറ്റികളുടെ പ്രാതിനിധ്യം പൊതുവെ കുറവാണ് ഇതിൽ. ഈ 2020 ഇനീഷ്യേറ്റീവ് ഇതുപോലെ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒരു ഇനീഷ്യേറ്റീവാണ്. ഇത് മലേറിയനെ തുടച്ചു മാറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവാണ്. 2020 മലേറിയയെ തുടച്ചു മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കൊണ്ടുവന്ന ഒരു ഇനീഷ്യേറ്റീവാണ് ഈ 2020 ഇനീഷ്യേറ്റീവ്. ഇതിൽ ലോകത്ത് മലേറിയ പരത്തുന്ന ടോപ്പ് 5 രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. സോ ഇന്ത്യക്കും ഈ ഒരു ഇനീഷ്യേറ്റീവ് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്. സോ ഈ 2020 ഇനീഷ്യേറ്റീവ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? എലിമിനേഷൻ ഓഫ് മലേറിയ ബൈ 2020. വേറെ ഒന്നാണ് എക്യുപ് പ്രോജക്റ്റ്, എഡ്യൂക്കേഷണൽ ക്വാളിറ്റി അപ്ഗ്രഡേഷൻ ആൻഡ് ഇൻക്ലൂഷൻ പ്രോഗ്രാം. ഇത് നിലവിൽ വന്നിട്ട് ഒരുപാട് കാലങ്ങളായെങ്കിലും ഇതിലേക്ക് ആവശ്യമായ ഒരുപാട് നിർദ്ദേശങ്ങൾ റീസെൻ്റ്ലി സബ്മിറ്റ് ചെയ്തത്. സോ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ വർദ്ധിപ്പിക്കുക. നമ്മുടെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ ജിയോഗ്രഫിക്കലി ആൻഡ് സോഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ഏരിയകളിൽ നിന്ന് കൂടുതൽ ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഗ്ലോബൽ സ്റ്റഡി ഡെസ്റ്റിനേഷനായിട്ട് ഇന്ത്യയെ വളർത്തിയെടുക്കുക, നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക, അതുപോലെ പൊസിഷനിങ് മിനിമം 50 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എമംഗ് ടോപ്പ് 1000 ഗ്ലോബൽ യൂണിവേഴ്സിറ്റീസ്. വേൾഡ് വൈഡ് ആയിട്ടുള്ള 1000 യൂണിവേഴ്സിറ്റികൾ 50 എണ്ണമെങ്കിലും ഇന്ത്യയിൽ നിന്നാവുക എന്നുള്ളതും എക്യുപ് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ലക്ഷ്യമാണ്. ദെൻ ബാക്ക് ടു വില്ലേജ് പ്രോഗ്രാം ആരംഭിക്കുന്നത് ജമ്മു ആൻഡ് കാശ്മീരിലാണ്. ഇതിൻ്റെ ലക്ഷ്യമെന്ന് വെച്ചാൽ ഒന്ന്, എനർജൈസിങ് പഞ്ചായത്ത്, നമ്മുടെ പഞ്ചായത്തുകളെ കൂടുതൽ ഊർജ്ജവൽക്കരിക്കുക. ദെൻ അവിടെയുള്ള ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളും സ്കീമുകളുമെല്ലാം കാര്യമായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുക, അതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ വാങ്ങിക്കുക, അതുപോലെ അവിടുത്തെ എക്കണോമിക് പൊട്ടൻഷ്യലിനെ കുറിച്ച് പഠിക്കുക, അവരുടെ ആവശ്യങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ആരംഭിച്ച ഒരു പദ്ധതിയാണ് ബാക്ക് ടു വില്ലേജ്. ഇത് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ജമ്മു ആൻഡ് കാശ്മീരിലാണ്. ദെൻ ക്വാഡ്
കൺട്രീസ്, ഇതിൻ്റെ ക്വാഡിൻ്റെ ഒരു മീറ്റിംഗ് റീസെൻ്റ്ലി നടന്നിരുന്നു. സോ ഈ ക്വാഡ് കൺട്രീസ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇത് ജപ്പാൻ, ഇന്ത്യ, US ആൻഡ് ആസ്ട്രേലിയ ഇവ തമ്മിലുള്ളൊരു കോർഡിനേഷനാണ് ക്വാഡ് എന്നറിയപ്പെടുന്നത്. ജപ്പാൻ, ഇന്ത്യ, US ആൻഡ് ആസ്ട്രേലിയ. ദെൻ ഓപ്പറേഷൻ സൺറൈസ്. ഓപ്പറേഷൻ സൺറൈസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെയും മ്യാൻമറിൻ്റെയും സംയുക്തമായിട്ടുള്ള ഒരു ക്യാമ്പാണ് ഓപ്പറേഷൻ സൺറൈസ് എന്ന് പറയുന്നത്. ഇന്ത്യയുടെയും മ്യാൻമറിൻ്റെയും ആർമികളാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ഇത് നോർത്ത് ഈസ്റ്റിലുള്ള ഇൻസർജൻ ഗ്രൂപ്പിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഇതെന്ന് വെച്ചാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു പേരാണ് കലാഡൻ പ്രോജക്റ്റ്. ഇത് മ്യാൻമറിലെ സിറ്റ്വ പോർട്ടും ഇന്ത്യയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പദ്ധതിയുണ്ട്. അതാണ് കലാഡൻ പ്രോജക്റ്റ്. സോ ഈ പ്രോജക്റ്റ് 2019 ഫെബ്രുവരി മാസത്തിലാണ് ഏകദേശം ഫൈനലൈസ് ചെയ്യുന്നത്. സോ അതിനുശേഷമുള്ള ഒരു ഇന്ത്യയും ആ ഒരു എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കും മ്യാൻമറിനും സ്ട്രാറ്റജിക്കലി ഒരുപോലെ പ്രാധാന്യമുള്ള ഒന്നാണ്. ഒരു മൾട്ടി മോഡൽ പ്ലാറ്റ്ഫോം ഫോർ കാർഗോ ഷിപ്മെൻറ്റ്സ്. നമ്മുടെ ചരക്കു നീക്കത്തിന് ഈ ഒരു കണക്ഷൻ വരുന്നതോടുകൂടി നല്ല വേഗത ലഭിക്കുകയും രണ്ട് രാജ്യങ്ങൾക്കും അത് പ്രാധാന്യമുള്ളതാവുകയും ചെയ്തു. സോ അതിനോട് സഹകരിച്ചിട്ടാണ് ഓപ്പറേഷൻ സൺറൈസും വരുന്നത്. അതുപോലെ തന്നെ വാർത്തകൾ നിറഞ്ഞു നിന്നിരുന്നതാണ് കിംബർലി പ്രോസസ്. കിംബർലി പ്രോസസ് എന്ന് വെച്ചാൽ ഒരു ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷൻ സ്കീമാണ്. റഫ് ഡയമണ്ട്സിൻ്റെ ട്രേഡിനെ റെഗുലേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് പറയുന്ന പേരാണ് കിംബർലി പ്രോസസ്. ഇത് ഡയമണ്ട് ഫ്ലോയുടെ കോൺഫ്ലിക്ട്സിന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലക്ഷ്യം വെക്കുന്നത്. ഇത് പ്രധാനമായിട്ടും ഈ റഫ് ഡയമണ്ട്സിൻ്റെ ട്രേഡിലൂടെ രാജ്യങ്ങളിൽ അട്ടിമറി നടത്തുക അല്ലെങ്കിൽ സൈനിക അട്ടിമറി നടത്തുക ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയതുകൊണ്ട് ഇതിന് ഒരു ട്രേഡിന് ആവശ്യമായ ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷൻ നൽകുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ കിംബർലി സർട്ടിഫിക്കേഷൻ നൽകുന്നത്. ദെൻ 2019 ഗ്ലോബൽ പീസ് ഇൻഡെക്സിൽ ഇതിലേറ്റവും ടോപ്പായിട്ട് വന്നിട്ടുള്ളത് ഐസ്ലാൻഡാണ്. ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ളത് അഫ്ഗാനിസ്ഥാനിലാണ്. ഇന്ത്യയുടെ പൊസിഷൻ 141. നമ്മുടെ പീസ് ഇൻഡെക്സിലും നമ്മുടെ പൊസിഷൻ വളരെ താഴെയാണ്. ഈ ഒരു വർഷത്തെ ഗ്ലോബൽ പീസ് ഇൻഡെക്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് എങ്ങനെ ക്ലൈമറ്റ് ചേഞ്ചിനെ നമ്മൾ ടാക്കിൾ ചെയ്തു എന്നതും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ഈ പീസ് ഇൻഡെക്സ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. സോ ഇന്ത്യയുടെ പൊസിഷൻ വളരെ ലോ ആണ്. ഇത് റിലീസ് ചെയ്യുന്നത് ഓസ്ട്രേലിയയിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക് ആൻഡ് പീസിൽ ആണ് ഇത് ഗ്ലോബൽ പീസ് ഇൻഡെക്സ് എല്ലാ വർഷവും പബ്ലിഷ് ചെയ്യുന്നത്. ദെൻ 2019 G20 സമ്മിറ്റ് നടന്നത് റീസെൻ്റ്ലി ആണ്. അത് ജപ്പാനിലെ ഒസാക്കയിലാണ് നടന്നത്. G20 മെമ്പേഴ്സ് എന്ന് പറയുന്നത് കൺട്രീസ് വിത്ത് ലാർജസ്റ്റ് ആൻഡ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമിക്സ്. ലാർജസ്റ്റ് ആൻഡ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമിക്സിൻ്റെ ഒരു ഓർഗനൈസേഷനാണ് G20. സോ അതിൻ്റെ സബ്മിറ്റ് ഒസാക്ക ജപ്പാനിലാണ് നടന്നത്. സോ ഇതാണ് G20 മെമ്പേഴ്സ്: കാനഡ, US, മെക്സിക്കോ, ബ്രസീൽ, അർജൻറ്റീന, ദെൻ UK, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, തുർക്കി, സൗദി അറേബ്യ, സൗത്ത് ആഫ്രിക്ക, റഷ്യ, ചൈന, ഇന്ത്യ, ജപ്പാൻ, സൗത്ത് കൊറിയ, ഇന്തോനേഷ്യ ആൻഡ് ഓസ്ട്രേലിയ. നോട്ട് ചെയ്യേണ്ടത് ഇതിൽ ഇന്ത്യയുണ്ട്, പക്ഷേ പാകിസ്ഥാൻ ഒരു മെമ്പർ അല്ല. ദെൻ ശാന്തകുമാർ കമ്മിറ്റി ഇതിൻ്റെ ഒരു റിപ്പോർട്ട് റീസെൻ്റ്ലി സബ്മിറ്റ് ചെയ്യുകയുണ്ടായി. ഇത് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? ഇറ്റ് ഈസ് എ ഫ്യൂച്ചർ റോഡ് മാപ്പ് ഫോർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഫുഡ് കോർപ്പറേഷൻ FCOയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ശാന്തകുമാർ റിപ്പോർട്ട്. ഇതിൽ നമ്മുടെ ഫുഡ് വിതരണത്തെയും അതുപോലെ ഫുഡ് സെക്യൂരിറ്റി ആക്ടിലേക്കും ഒരുപാട് പുതിയ നിർദ്ദേശങ്ങൾ നൽകി. അതിൽ പ്രധാനപ്പെട്ടതൊന്നായിരുന്നു റെഡ്യൂസ് ദ നമ്പർ ഓഫ് ബെനിഫിഷ്യറീസ് അണ്ടർ ഫുഡ് സെക്യൂരിറ്റീസ് ആക്ട്. അതായത് ഇപ്പോൾ 67% ആളുകൾക്കാണ് ഫുഡ് സെക്യൂരിറ്റി ആക്ട് പ്രകാരം അതിൻ്റെ ബെനിഫിഷ്യറി ആയിട്ട് വരുന്നത്. അത് 40% ആയിട്ട് കുറക്കുക. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു ഫുള്ളി ഗവൺമെൻറ് കൺട്രോൾ ആയിട്ടുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ ഇതിലുള്ളത്. അതിൽ പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് നൽകുക എന്നതും ഇതിൻ്റെ ഒരു
നിർദ്ദേശങ്ങളിലുണ്ട്. പിന്നെ അതുപോലെ മിനിമം സപ്പോർട്ട് പ്രൈസ് MSP താങ്ങുവില എന്ന് പറയും. അതിലെ ബോണസ് നിർത്താൻ ഈ റിപ്പോർട്ട് നിർദ്ദേശം നൽകുന്നു. പകരം അതൊരു ക്യാഷ് ട്രാൻസ്ഫർ സിസ്റ്റമായിട്ട് നൽകുക. സോ അക്കൗണ്ടിൽ ഇതിൻ്റെ ഈ കർഷകരുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റായിട്ട് ഫണ്ട് നൽകണം എന്നുള്ള രീതിയിലുള്ള നിർദ്ദേശമാണ് നൽകുന്നത്. സോ ശാന്തകുമാർ കമ്മിറ്റി എന്ന് പറയുന്നത് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇതിൻ്റെ നിർദ്ദേശങ്ങൾ റീസെൻ്റ്ലി പാർലമെൻറ്റിൽ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. വേറൊരു പ്രധാനപ്പെട്ട സ്കീമാണ് ജൽ ഹി ജീവൻ ഹേ. ഇത് ഹരിയാനയിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രോഗ്രാമാണ്. ഇത് ജല ഹി ജീവൻ ഹേ എന്നുള്ള ഈ പ്രോഗ്രാമിൽ നമ്മുടെ നെൽവയലുകളെ അതർ ക്രോപ്സ് കൊണ്ട് റീപ്ലേസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അതായത് നമ്മൾ ഒരു സ്ഥലത്ത് തുടർച്ചയായിട്ട് നെൽകൃഷി ചെയ്യുമ്പോൾ അവിടുത്തെ വാട്ടർ ടേബിൾ നന്നായിട്ട് കുറയുന്നു. അതായത് ഭൂഗർഭജലത്തിൻ്റെ അളവ് വളരെയധികം വേഗത്തിൽ കുറയുന്നതായിട്ട് കണ്ടെത്തി. സോ ആ ഒരു പ്രദേശത്ത് നമ്മൾ ഇടവിളയായിട്ട് മറ്റു വിളകൾ കൂടി ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ ഒരു നെൽകൃഷിക്ക് ശേഷം മറ്റു ഏതെങ്കിലും വിഭവങ്ങൾ കൃഷി ചെയ്യുകയാണെങ്കിൽ വാട്ടർ ടേബിളിലുള്ള താഴ്ച നമുക്ക് കുറക്കാൻ സാധിക്കുമെന്നും ഭൂഗർഭജലത്തിന് ഒരു പരിധിവരെ റീറ്റെയിൻ ചെയ്യാൻ സാധിക്കുമെന്നും കണ്ടെത്തി. സോ അതിൻ്റെ അടിസ്ഥാനത്തിൽ പാഡി ഫീൽഡ്സിനെ റീപ്ലേസ് ചെയ്ത് മറ്റു വിളകൾ ഒരു ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ സ്കീം ആയിട്ടാണ് ജൽ ഹി ജീവൻ ഹേ എന്ന പ്രോഗ്രാം വരുന്നത്. അതിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഏകദേശം 50,000 ഹെക്ടറോളം സ്ഥലത്തായിട്ട് ഈ ഒരു പ്രോഗ്രാം നടത്താനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. സോ ഈ വാട്ടർ ടേബിളിൻ്റെ ലോവറിങ്ങിനെ കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. അതുവഴി ഒരു സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ആയിട്ട് മാറുക എന്നുള്ളതാണ് ജൽ ഹി ജീവൻ ഹേ എന്ന പ്രോഗ്രാമിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ റീസെൻ്റ്ലി ഇനാഗുറേറ്റ് ചെയ്ത ഒരു പ്രോഗ്രാമാണ് കാലേശ്വരം പ്രോജക്റ്റ്. തെലങ്കാനയിലാണ് ഇതുള്ളത്. ഇതിൻ്റെ മുമ്പ് ആന്ധ്രാപ്രദേശ് വിഭജിക്കുന്നതിന് മുമ്പ് ഉള്ളൊരു പദ്ധതിയായിരുന്നു. വിഭജനത്തിന് ശേഷം തെലങ്കാനയിലാണ് ഈ പദ്ധതി ഉള്ളത്. ഇപ്പോൾ ഇത് കാലേശ്വരം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വേൾഡ്സ് ലാർജസ്റ്റ് ഇറിഗേഷൻ ആൻഡ് ഡ്രിങ്കിങ് വാട്ടർ സിസ്റ്റമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജല വിതരണ പദ്ധതിയുമാണ്, കുടിവെള്ള പദ്ധതിയുമാണ്. ഏഷ്യയിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ടണലാണ് ടു ക്യാരി വാട്ടർ. വെള്ളം വഹിച്ചു കൊണ്ടുപോകാനുള്ള ഏഷ്യയിലെ ലോങ്ങസ്റ്റ് ടണലാണ്. ഏകദേശം 81 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഇത് എല്ലാംപള്ളി ബാരേജിനും മല്ലന്നസാഗർ റിസർവോയറിനും ഇടയ്ക്കാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കപ്പാസിറ്റി ഉള്ള പമ്പ്, അതായത് 139 മെഗാവാട്ടാണ് കപ്പാസിറ്റി ഉള്ള പമ്പാണ് ഈ വാട്ടറിനെ ഇറിഗേറ്റ് ചെയ്യാനും ലിഫ്റ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നത്. അതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ലോകത്തിലെ തന്നെ ലാർജസ്റ്റ് ഇറിഗേഷൻ ആൻഡ് ഡ്രിങ്കിങ് വാട്ടർ സിസ്റ്റമാണ് കാലേശ്വരം പ്രോജക്റ്റ്. സോ ഇതായിരുന്നു ചില പ്രധാനപ്പെട്ട സംഭവങ്ങൾ. ഇനി കൂടുതൽ സംഭവങ്ങൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.